ഏറ്റുമാനൂരിലെ ജൈനമ്മയ്ക്കും ചേർത്തലയിലെ ബിന്ദു പത്മനാഭനും സിന്ധുവിനും ആയിഷയ്ക്കും പിന്നാലെ കേട്ട പേരാണ് കൂത്താട്ടുകുളത്തെ കുഞ്ഞിപ്പെണ്ണെന്ന ഏലിയാമ്മ. വിവാഹ ബ്രോക്കറായിരുന്ന ഏലിയാമ്മയെ 2018 ജൂലൈ 4 ശേഷം പിന്നീട് ആരും കണ്ടിട്ടില്ല. ആ തിരോധാന കേസിൽ പോലീസും ക്രൈംബ്രാഞ്ചും മാറി മാറി അന്വേഷിച്ചിട്ടും യാതൊരു തുമ്പും കിട്ടിയില്ല. അതിനിടെയാണ് ആലപ്പുഴ ചേർത്തലയിലെ സീരിയൽ കില്ലർ സെബാസ്റ്റ്യന്റെ ക്രൂര വിനോദങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നത്. ഏലിയാമ്മയെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണ്. സെബാസ്റ്റ്യൻ മുൻപ് കൂത്താട്ടുകുളത്ത് എത്തിയിരുന്നുവെന്നും ഏലിയാമ്മയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. സെബാസ്റ്റ്യനെ ഏലിയാമ്മയുടെ മകൻ ബിനുവും സുഹൃത്തും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതോടെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം 3 ജില്ലകളിലേക്ക് വ്യാപിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 28-ന് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ പോലീസിന് മുന്നിലുള്ളത് കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ, ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ എന്നീ സ്ത്രീകളുടെ തിരോധാനം മാത്രം. പിന്നീട് ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും സമാന സാഹചര്യങ്ങളിൽ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് കാണാതായ സ്ത്രീകളുടെ എണ്ണം 4 വർദ്ധിക്കുന്നു. ഏറ്റവും ഒടുവിലിതാ മറ്റൊന്നുകൂടി. ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ തിരോധാനത്തിൽ കൂടുതൽ അന്വേഷണ വഴികളിലൂടെയാണ് ന്യൂസ് 18 ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വാർത്താ സംഘം എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തെ കാരമല എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ചില ഞെട്ടിക്കുന്ന നിർണായകമായ വിവരങ്ങൾ ന്യൂസ് 18 പങ്കുവയ്ക്കുകയാണ്. ജൂലൈ 4 കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR ആണിത്. കോഴിപ്പള്ളി കാരമല ഉദയപ്പാറ വീട്ടിൽ കുഞ്ഞുപെണ്ണെന്ന് വിളിക്കുന്ന ഏലിയാമ്മ രാവിലെ 11:30 വീട്ടിൽ നിന്ന് ജോലിക്ക് പോയതാണ്. പിന്നീട് മടങ്ങി വന്നിട്ടില്ല. ഈ 60-കാരി പോയിട്ട് വർഷം 8 പിന്നിടുന്നു. കൂത്താട്ടുകുളം പോലീസും ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. പക്ഷേ യാതൊരു വിവരവും ആർക്കും ഇതുവരെ ലഭ്യമായിട്ടില്ല. സുഖമില്ലാത്ത മകനുമായി കാരമലയിലെ വീട്ടിൽ ഒറ്റക്കായിരുന്നു ഏലിയാമ്മയുടെ താമസം. വിവാഹ ബ്രോക്കറാണ്. കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡായിരുന്നു തൊഴിലിന്റെ കേന്ദ്രം. സുഹൃത്ത് മേരിയും ബസ് സ്റ്റാൻഡിൽ അക്കാലത്ത് കൂടെ ഉണ്ടായിരുന്നവരും ആരായിരുന്നു ഏലിയാമ്മയെന്ന് നമ്മളോട് പറയുന്നു. 2018 വരെ അവരുടെ ഉണ്ടായിരുന്നു. ലോട്ടറി കച്ചവടമൊക്കെ നടത്തിയിരുന്ന ബ്രോക്കർ പണിയൊക്കെ ഉണ്ടായിരുന്നു ഏലിയാമ്മ. ബ്രോക്കർ പണി ഉണ്ടായിരുന്ന കുഞ്ഞുമണിയേച്ചിയാണോ? അതെ അതെ അതെ. പുള്ളിക്കാരത്തിനെ കാണാതെ പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതാ ചോദിച്ചാ. അപ്പൊ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നേ. യുണീച്ചിന് ഇതുവരെ ഇപ്പൊ 4-5 കൊല്ലം കണ്ടായി, ഇതുവരെ കണ്ടിട്ടില്ല. എവിടെയായിരുന്നു ലോട്ടറി കച്ചവടം? അത് യഥാർത്ഥ അറിയണമെങ്കിൽ അവിടെ ഒരു വീട്ടിൽ ഇതേക്കറില്ലേ വീടാ, ഓടിന്റെ വീടില്ലേ, സീറ്റൊക്കെ അല്ലേ, അവിടെ ചോദിച്ചാൽ കറക്റ്റ് അറിയാം. കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും 4.5 കിലോമീറ്റർ ദൂരമുണ്ട് പാലപ്പുഴ പഞ്ചായത്തിലെ കാരമലയിലേക്ക്. ജൂലൈ 4 മുതലാണ് കാണാതാവുന്നത്. അമ്മയൊന്നും രാവിലെ ഒന്ന് 10 മണിയുടെ വണ്ടിക്കാൻ പോകുന്നത്. സാധാരണ തിരിച്ച് 5-ന്റെ വണ്ടിക്ക് വരാറുള്ളൂ. അന്വേഷണം തുടങ്ങി. ജൂലൈ 4 രാവിലെ വീട്ടിൽ നിന്ന് അമ്മ പോയതാണ്. അമ്മ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ബ്രോക്കർ പരിപാടിയാണ് കൂടുതലുണ്ടായിരുന്നത്. ബ്രോക്കർ പരിപാടിയായിട്ടാണ്. ലോട്ടറി കച്ചവടം ഉണ്ടായിരുന്നല്ലോ? കച്ചവടം ഇല്ലായിരുന്നു. ലോട്ടറി കച്ചവടം ഇല്ലായിരുന്നു, ബ്രോക്കർ പരിപാടിയായിരുന്നു. വൈകുന്നേരം ഇപ്പൊ ഫോൺ ഓഫാണോ? ഫോൺ ഓഫാണ്. 6:40 വരെ ഫോൺ ഓഫാണ്. 40 കഴിഞ്ഞ് ഫോൺ ഓഫാണ്.
എവിടെയാണ് പരാതി നൽകിയത്? ഏത് പോലീസ് സ്റ്റേഷനിലാണ്? കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനാണ് പരാതി നൽകിയത്. അങ്ങനെ ഒരാളാണ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു വീഡിയോയുടെ ഒരു CCTV ദൃശ്യം കിട്ടിയായിരുന്നു. അങ്ങനെ അമ്മയും ഒരാൾ അത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുള്ള. അമ്മയും അദ്ദേഹം തമ്മിൽ എന്തായിരുന്നു ബന്ധം? ഒരു ബ്രോക്കർമാരാണ്, പുള്ളിയും ബ്രോക്കർ രീതിയിലാണ് ഇവിടെ വന്നത്. ബ്രോക്കറിന്റെ പരിപാടിയൊക്കെ ആയിട്ടാണ് വന്നത്. ന്യൂസ് 18 വാർത്താസംഘം കാണിച്ച ചിത്രങ്ങളിൽ നിന്ന് സെബാസ്റ്റ്യനെ ഏലിയാമ്മയുടെ മകൻ ബിനുവും സുഹൃത്തായ മേരിയും തിരിച്ചറിഞ്ഞു. അന്നത്ര നരപ്പൊന്നും ഇല്ലായിരുന്നു. സെബാസ്റ്റ്യനുമായി ഒരുമിച്ച് മദ്യപിച്ചുവെന്ന് ഏലിയാമ്മ വെളിപ്പെടുത്തിയെന്ന നിർണായക മൊഴി അയൽവാസിയും ഷാപ്പ് ജീവനക്കാരനുമായ ബേബി മത്തായിയും പോലീസിന് ഇതിനോടകം നൽകിക്കഴിഞ്ഞു. പറഞ്ഞു പേപ്പറിലൊക്കെ ഈ സെബാസ്റ്റ്യന്റെ ഇങ്ങനെ പേര് വന്നപ്പോഴാണ് നമുക്കൊരു സംശയം തോന്നിയത്. അന്ന് ഇങ്ങനെ ഇത് മദ്യപിച്ചിട്ട് വന്നിട്ട് പറഞ്ഞല്ലോ സെബാസ്റ്റ്യൻ ചേട്ടന്റെ കൂട്ടത്തിലാണ് കൂടിയെന്ന് കമ്പനി കൂടിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സംശയം കൊണ്ടാണ് പറഞ്ഞത്. പോലീസിനെ അറിയിച്ചു. SI സാർ വന്ന് മൊഴിയെടുക്കുകയും ചെയ്തു. കോട്ടയം, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ടീമുകൾ ഏലിയാമ്മയുടെ മകനുമായും കൂത്താട്ടുകുളം പോലീസുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. ബ്രോക്കർമാർ കേന്ദ്രീകരിച്ചിരുന്ന ബസ് സ്റ്റാൻഡിൽ സെബാസ്റ്റ്യനും എത്തിയിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. സെബാസ്റ്റ്യൻ താമസിച്ചിരുന്ന ഏറ്റുമാനൂരിലേക്ക് പോകുന്ന റൂട്ടിൽ വെളിയന്നൂർ ഭാഗത്താണ് ഏലിയാമ്മയുടെ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ. എറണാകുളം കൂത്താട്ടുകുളം കാരമരയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.